ഹലോ ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒത്തിരി നാളായി നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ട് ഭയങ്കര തിരക്കായിരുന്നു. പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാനൊരു ഓൺലൈനിലൊരു ചെറിയ ബൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഓൺലൈൻ സ്റ്റോറ് ലേഡീസിൻ്റെ ഒക്കെ ആയിട്ട്. അപ്പം ആ ഒരു തിരക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നമ്മളുടേതായ ലൈഫിനേക്കാൾ ഉപരി നമ്മൾ നോർമലി തന്നെ നമ്മൾ ഭയങ്കര തിരക്കാണല്ലോ. അതിനോടൊപ്പം ഇതും കൂടെ ആയപ്പോൾ പിന്നെ ഒത്തിരി സംശയങ്ങളൊക്കെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട്. 1 by 1 എനിക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ഫേസ്ബുക്കിൽ വീഡിയോയും ഇടാമെന്ന് വിചാരിക്കുന്നത്. ഇന്ന് ഞാൻ പേ ഔട്ടിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. പേ ഔട്ട് എന്ന് പറഞ്ഞാൽ ഒത്തിരി പേർക്കുള്ളൊരു സംശയമുണ്ട്. ഒത്തിരി പേർക്ക് ഒത്തിരി സംശയങ്ങളുണ്ട്. പേ ഔട്ടിനെ കുറിച്ചാണ് എല്ലാവർക്കും സംശയങ്ങൾ. നമ്മുടെ ഫേസ്ബുക്ക് സ്മൂത്തായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. ഫേസ്ബുക്കിലും നമുക്ക് ചിലപ്പോൾ ഏണിങ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും, നമുക്ക് നല്ല റീച്ച് ഉണ്ടായിരിക്കും. പക്ഷേ പേ ഔട്ടിൻ്റെ കാര്യം വരുമ്പം ഒരു രക്ഷയില്ല. എന്തെങ്കിലുമൊക്കെ നമ്മൾ മിസ്റ്റേക്ക് കാണിക്കും, നമ്മുടെ പേ ഔട്ട് ഒന്നീ ഹോൾഡായി പോവും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അപ്പം ഞാൻ ഒത്തിരി പേര് ചോദിക്കുന്നത് പേ ഔട്ടിൽ നമുക്ക് പേര് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ, ആളെ മാറ്റാൻ പറ്റുമോ, പേ ഔട്ട് അക്കൗണ്ട് മാറ്റാൻ പറ്റുമോ? ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പേ ഔട്ടിൽ വൺസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്. അത് എന്തെങ്കിലുമൊക്കെ നമ്മുടെ പേ ഔട്ട് ഹോൾഡായിട്ടോ അല്ലെ റെസ്ട്രിക്റ്റ് ആയിട്ടോ ഒക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പോലും ഉണ്ടാവില്ല. ഭയങ്കര പ്രയാസമാണ് നമുക്ക് പേ ഔട്ട് ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. പേ ഔട്ട് സെറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുൻപേ തന്നെ എല്ലാ കാര്യവും നമ്മൾ എല്ലാ വശവും അടുപ്പിച്ച് എല്ലാം കറക്റ്റാണോ എന്നെല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ലാസ്റ്റ് ഓക്കെ കൊടുക്കാവുള്ളൂ. അതിന് മുന്നേ നമ്മളെല്ലാം ചെക്ക് ചെയ്യണം. ഒരു സ്പെല്ലിങ്ങോ ഒരു കുത്തോ കോമയോ പോലും നമുക്ക് വരാൻ പാടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നമ്മൾ വിചാരിക്കും ഒരു ചെറിയ കുത്തല്ലേ, അല്ലെങ്കിൽ ചെറിയൊരു കോമയല്ലേ, അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്മോൾ ആയതല്ലേ പ്രശ്നം. അങ്ങനെയൊന്നും പറ്റില്ല. പേ ഔട്ടിന് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്. പിന്നെ നമുക്ക് വേറൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. പേ ഔട്ടിൽ നമുക്ക് നമ്മുടെ അഡ്മിൻ അല്ല, അതായത് ഫേസ്ബുക്ക് പേജിൻ്റെ അഡ്മിൻ അല്ലാത്ത നമുക്ക് എത്ര വേണമെങ്കിലും പേ ഔട്ട് അഡ്മിനായിട്ട് നമുക്ക് ആക്കാം. ഇപ്പം നമുക്ക് പേ ഔട്ടിൽ ഇപ്പം നമ്മുടെ പേജിൻ്റെ അഡ്മിൻ അല്ലാത്ത ആൾക്കാർക്ക് നമുക്ക് പേ ഔട്ട് അഡ്മിൻ ആകാം. നമുക്ക് അതേസമയം നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ നമുക്ക് പല ആൾക്കാരെ നമ്മൾ അഡ്മിൻ ആക്കും. പലപ്പോഴും നമുക്ക് ബിസി ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ ബിസി ആയിട്ടിരിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് മാനേജ് ചെയ്യാനായിട്ട് ചിലപ്പോൾ നമ്മുടെ സ്വന്തം അക്കൗണ്ട് നമ്മളായിരിക്കത്തില്ല മാനേജ് ചെയ്യുന്നത്. സെലിബ്രിറ്റീസിൻ്റെ എല്ലാം അങ്ങനെയാണ്. അവരുടെ ഫേസ്ബുക്ക് പേജ് അവരായിരിക്കത്തില്ല മാനേജ് ചെയ്യുന്നത്. അത് മാനേജ് ചെയ്യാൻ അവർ പല അഡ്മിൻസിനെയും ആക്കും, അല്ലെ പല അതിനകത്ത് അക്കൗണ്ടൻ്റ് എന്നൊക്കെ ഒരു ഓപ്ഷനുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ ആക്കുക. അതായത് അഡ്മിനായിട്ട് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഹോൾ കാര്യങ്ങൾ ആ പേജിൽ ഈ യഥാർത്ഥ അഡ്മിൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അത്രയും കാര്യങ്ങളും വേറൊരു അഡ്മിനാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റും. പോസ്റ്റ് ചെയ്യാം, അവർക്ക് കമൻറ്റ് റിമൂവ് ചെയ്യാം, അങ്ങനെ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ നമ്മൾ ആഡ് ചെയ്യുന്ന എത്ര പേരെ നമ്മൾ ആ ഫേസ്ബുക്ക് അഡ്മിനായിട്ട് ആഡ് ചെയ്യുന്നു, ആ ആഡ് ചെയ്യുന്ന ആൾക്കാരുടെ ഒന്നും ഫേസ്ബുക്ക് ഡീറ്റെയിൽസ് നമുക്ക് പേ ഔട്ടിൽ കൊടുക്കാൻ പറ്റില്ല. നമ്മളുടെ ആ ഒരാളുടെ മാത്രം ഓണർ ആരാണോ അവരുടെ മാത്രം ഡീറ്റെയിൽസേ നമുക്ക് പേ ഔട്ടിൽ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതേസമയം ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ അഡ്മിനും പേ ഔട്ടിൻ്റെ അഡ്മിൻസും തമ്മിൽ വ്യത്യാസമുണ്ട്. പേ ഔട്ട് അഡ്മിനിൽ നമുക്ക് ഇതുപോലെ തന്നെ പലരെയും ആഡ് ചെയ്യാം. ആ പേ ഔട്ട് അഡ്മിനിൽ നമ്മൾ എത്ര പേരെ ആഡ് ചെയ്യുന്നു അവരുടെ ആരുടെ വേണേലും ബാങ്ക് ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കുക. ഇപ്പം നമ്മൾ ഫേസ്ബുക്ക് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചോ, ഒരു പുതിയ പേജ് സ്റ്റാർട്ട് ചെയ്തു, എനിക്ക് ബാങ്ക് അക്കൗണ്ട് ബാങ്കിൽ ഒരു സംഭവങ്ങളും ഇല്ല. പക്ഷേ എൻ്റെ പേരിലാണ് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. എനിക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ല, പാൻ കാർഡ് ഇല്ല, എന്തെങ്കിലും ഒരു നമ്മുടെ രാജ്യത്തിലെ നമ്മുടെ ഒരു ഐ ഡി പ്രൂഫ് കൊടുക്കണമല്ലോ, നീ പാസ്പോർട്ട് ലൈസൻസ് ഏതെങ്കിലും ഒരു ഐ ഡി കൊടുക്കണം, ഇതൊന്നും എനിക്കില്ല. പക്ഷേ ഞാൻ എൻ്റെ പേ ഔട്ടിൽ അഡ്മിനായിട്ട് ആക്കിയിരിക്കുന്ന ആൾക്കാർക്ക് ഇതെല്ലാം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കാം. ഒരിക്കലും നമ്മുടെ പേജിൻ്റെ അഡ്മിനല്ല, പേജിൻ്റെ അഡ്മിൻസ് വേറെ, പേ ഔട്ടിൻ്റെ അഡ്മിൻസ് വേറെ. പേജിൻ്റെ അഡ്മിനായിട്ടിരിക്കുന്ന എല്ലാവർക്കും നമുക്ക് പേ ഔട്ട് ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റില്ല. പേജിൻ്റെ അഡ്മിൻ ഓണർ ആരാണോ, നമ്മുടെ പേജിൻ്റെ ഓണർ ആരാണോ അവരുടെ മാത്രം ഡീറ്റെയിൽസ് നമുക്ക് പേ ഔട്ടിൽ കൊടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പേ ഔട്ടിലാണ്. പേ ഔട്ടിൽ നമുക്ക് വീണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ രണ്ട് സെറ്റിങ്സ് ആണ് കേട്ടോ. പേജിൻ്റെ സെറ്റിങ്സ് വേറേത്, പേ ഔട്ടിൻ്റെ സെറ്റിങ്സ് വേറേത്. ഒരിക്കലും നമുക്ക് പലർക്കും അറിയാത്ത ഒരു കാര്യമാണ് ഈ കാര്യം. നിങ്ങൾ ശ്രദ്ധിച്ച് ഞാൻ പറയുന്നത് കേൾക്കണം. പേജിൻ്റെ സെറ്റിങ്സ് വേറേത്, പേ ഔട്ടിൻ്റെ സെറ്റിങ്സ് വേറേത്. പേജിൻ്റെ സെറ്റിങ്സിലുള്ള എല്ലാവർക്കും പേ ഔട്ടിൽ കയറി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളൊരാളെ നമ്മുടെ പേജ് ഓണർ നമ്മൾ വേറെ ആൾക്കാരെ അഡ്മിനെ ആക്കിയിരിക്കുന്നവർക്ക് നമ്മുടെ പേജിൻ്റെ സെറ്റിങ്സ് മാറ്റാൻ പറ്റും. ഒരിക്കലും പേ ഔട്ടിൻ്റെ സെറ്റിങ്സ് മാറ്റാൻ പറ്റില്ല. ഓക്കെ,
പിന്നെ പേ ഔട്ടിൻ്റെ സെറ്റിങ്സിലുള്ള ആരൊക്കെയാണോ പേ ഔട്ടിൻ്റെ അഡ്മിൻ ആക്കിയിരിക്കുന്നത് അവരുടെ ആരുടെ വേണേലും ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാം. പക്ഷെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, പേ ഔട്ടിൽ ഇപ്പം നമുക്കൊരു 5 അഡ്മിൻ നമ്മുടെ പേ ഔട്ടിലുണ്ടെന്ന് വെച്ചോ, 5 അഡ്മിൻ ഉണ്ടെങ്കിലും ഏതെങ്കിലും ഒരാളുടെ ഒന്നീ ആ ഓണർ അല്ലെങ്കിൽ ബാക്കി 4 പേര്, ബാക്കി 4 പേരിൽ ആരെങ്കിലും ഒരാളുടെ പേരാണ് നമ്മൾ കൊടുക്കുന്നെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, അനിൽ എന്ന് പറയുന്ന ഒരാളിനെ എൻ്റെ പേ ഔട്ടിൻ്റെ അഡ്മിനാക്കി വെച്ചു. ആ അനിലിന് തന്നെയായിരിക്കണം ID കാർഡ് കൊടുക്കുന്നതും പാൻ കാർഡ് കൊടുക്കുന്നതും ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുന്നതും. ഈ 3 സാധനം ഒരേ ആളിൻ്റെ തന്നെയായിരിക്കണം. അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് ബാങ്ക് കൊടുത്തു, അടുത്ത ആളിൻ്റെ അടുത്ത് പാൻ കാർഡ് കൊടുത്തു, അങ്ങനെ പറ്റില്ല. നമ്മൾ ആരെയാണോ സെലക്ട് ചെയ്യുന്നത് ആ ആളുടെ തന്നെ മിസ്മാച്ച് ആയിട്ടുള്ള ID ഒരിക്കലും വരരുത്. മാച്ചിങ് ആയിട്ടുള്ള ഈ 3 ID വേണം, 3 ഡോക്യുമെൻ്റ് മാച്ചായിട്ടുള്ളത് തന്നെ വരണം. ഇപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായെന്ന് തോന്നുന്നു ഞാൻ പറയുന്നത്. ഇപ്പം എനിക്ക് അങ്ങനെ കുറേ വന്നിട്ടുണ്ട്. എൻ്റെ റിനി മാത്യു കല്യാണത്തിന് മുന്നേ ഉള്ള പേരാണ്, റിനി സൂരജ് കല്യാണം കഴിഞ്ഞിട്ടുള്ള പേരാണ്. അപ്പം എൻ്റെ പല ഡോക്യുമെൻറ്റിലും റിനി മാത്യു എന്നാ, അതേസമയം എൻ്റെ പാസ്പോർട്ടിലൊക്കെ അന്ന് റിനി സൂരജാണ് വന്നേക്കുന്നത്. അപ്പോൾ അതെനിക്ക് പലപ്പോഴും എൻ്റെ പാസ്പോർട്ട് എനിക്ക് ഇതിൻ്റെ ഡോക്യുമെൻ്റായിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല. എനിക്ക് എപ്പോഴും ഞാൻ റിനി സൂരജ് എന്ന് പറയുന്ന റിനി മാത്യു എന്ന് പറയുന്ന ഡോക്യുമെൻ്റാണ് ഞാൻ എല്ലാം കൊടുത്തേക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ UAE-യിലുള്ള എല്ലാ ഡോക്യുമെൻറ്റും, കല്യാണം കണ്ടിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റിലും റിനി സൂരജ്. ഇനി ഞാൻ എപ്പോഴും അത് ബാക്ക് ടു നോർമൽ, ഇനി ഞാൻ പാസ്പോർട്ട് പുതുക്കാൻ കൊടുക്കുമ്പോഴൊക്കെ റിനി മാത്യു ആക്കണമെന്ന് പറഞ്ഞിരിക്കും. അന്ന് നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാനുള്ള ആ പേപ്പർ വർക്കിന് വേണ്ടി നമ്മൾ അങ്ങനെയാക്കി. പക്ഷേ നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മുടെ പേരെന്താണോ, SLC സർട്ടിഫിക്കറ്റിൽ നമ്മുടെ പേരെന്താണോ അതിൽ തന്നെ ആയിരിക്കണം നമ്മൾ ശരിക്കും എവിടെ പോയാലും കൊടുക്കേണ്ടത്. നമ്മളെപ്പോഴായാലും കല്യാണം കഴിക്കും ചിലപ്പം എന്നും പറഞ്ഞ് നമ്മുടെ പേര് ഉടനെ മാറ്റേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എനിക്ക് ഒത്തിരി കാര്യങ്ങൾക്ക് അത് കാരണം വീഴ്ച വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും കൊടുക്കുമ്പം ഒരിക്കലും മാച്ചല്ലാത്ത പേര് കൊടുക്കല്ല. ഒരാളുടെ ഡോക്യുമെൻ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ 3 ഡോക്യുമെൻറ്റും ഒരേ ആളുടെ തന്നെ കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ പേ ഔട്ട് അക്കൗണ്ടിൽ നിങ്ങൾക്ക് വേറെ അഡ്മിനെ ആഡ് ചെയ്യാം. വേറെ അഡ്മിനെ ആഡ് ചെയ്താൽ അവരുടെ ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. പക്ഷേ ആ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും നിങ്ങളുടെ പേയ്മെൻറ്റ് വരുന്നത്. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അത്ര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ വേണം അപ്പോൾ കൊടുക്കാനെന്നുള്ളതാട്ടോ. നിങ്ങളുടെ ബാങ്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരത്തില്ല. നിങ്ങൾ ഏത് അക്കൗണ്ടാണോ കൊടുക്കുന്നത് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആയിരിക്കും വരുന്നത്. നിങ്ങളുടെ മെയിലിൽ പക്ഷേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾ ആരൊക്കെ അഡ്മിൻസ് ആയിട്ട് അതിനകത്തുണ്ടോ അവർക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇന്ന അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ പൈസ പോയി മെറ്റായി എന്നൊക്കെ മെയിൽ വരുമല്ലോ. അത് നമുക്ക് എന്തായാലും വന്നിരിക്കും. പിന്നെ നമുക്ക് പേ ഔട്ട് ചെക്ക് ചെയ്യുമ്പോൾ അറിയാമല്ലോ പൈസ വന്നോ വന്നില്ലയോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു ഡൗട്ട് മാറിയില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കൂ. എനിക്ക് സമയം പോലെ വന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നതാണ് കേട്ടോ. വീണ്ടും മറ്റൊരു വീഡിയോമായി കാണുന്നത്. ഇതിൻ്റെ ഞാൻ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാൻ എൻ്റെ ഒരു പുതിയ അക്കൗണ്ടിൽ എനിക്ക് ഓൾമോസ്റ്റ് എല്ലാം മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. എനിക്ക് സമയം കിട്ടില്ല സെറ്റപ്പ് ചെയ്യാനായിട്ട്. അത് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. വീണ്ടും മറ്റൊരു വീഡിയോമായി കാണുന്നവരെ ഇറ്റ്സ് മീ റിനി സൂരജ് സൈനിങ് ഓഫ്. ബൈ.